221 വോട്ടുകൾക്ക് മുന്നിലായത് ഉമാ തോമസ്. 2ാം സ്ഥാനത്തുള്ളത് UDF. 3ാം സ്ഥാനത്തുള്ള ആളുടെ പേരാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ. പല പേരുണ്ടല്ലേ? പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. 3ാം സ്ഥാനം മുതൽ അങ്ങോട്ട് തിരിച്ചാണ് എണ്ണുന്നതെങ്കിൽ പിന്നിൽ നിന്ന് അങ്ങോട്ട് എണ്ണിയാൽ അഖിൽ മാരാർ. അത് ഡോക്ടർ അരുണോട് പറയാം. ഈ 4-ാം തീയതി ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മിഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി തുടക്കം കുറിക്കുകയാണ്. അഖിൽ മാരാർ പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 6 ലക്ഷം വോട്ടുകൾക്ക് വന്നു തീരെ കൾച്ചർ. യൂട്യൂബ് പ്രേക്ഷകരാ, അവര് ചോദിക്കുന്നുണ്ട് നമ്മുടെ മാരാര് എന്തായി. മാരാര് ഒന്നുമില്ല. മാരാര് ഉമാ തോമസ് ഒക്കെ ജയിച്ചു. എപ്പോഴേ ജയിച്ചു. നിങ്ങൾ ഈ ഉമാ തോമസിന്റെ കാര്യത്തിലേക്ക് കടന്നുള്ളൂ. അതെ, കടന്നുള്ളൂ. മനസ്സിലായി. ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. ഉണ്ടെന്നുള്ളതാണ്. 2020 ദയനീയമായി പരാജയപ്പെട്ടു. ചക്ക വെട്ടി മുറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല. ചക്ക നമ്മുടെ ഇവിടുത്തെ അഞ്ജലി നായർ പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ഇത് 2-1 തന്നെയാണ്. ചക്ക മുറിച്ചാൽ താമര പോലാണ്, ഇതൾ പോലാണ്.